40 വർഷമായി ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഉർവശി. അന്യഭാഷകളിലും ശ്രദ്ധേയമായ ഉർവശി മലയാളത്തിൽ നിന്ന് 6 സംസ്ഥാന അവാർഡുകളും ദേശീയ തലത്തിൽ 2 അവാർഡുകളും തൻ്റെ പേരിലാക്കിയിട്ടുണ്ട്. തൻ്റെ കരിയറിൽ IV ശശി, ഭരതൻ, സത്യനന്ദിക്കാട് തുടങ്ങിയ മികച്ച സംവിധായകരുടെ സിനിമയുടെ ഭാഗമാകാൻ ഉർവശിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മീര ജാസ്മിൻ ഉൾപ്പെടെയുള്ള യുവനടികളുടെ കൂടെ താരം സ്ക്രീനിൽ പങ്കിട്ടിട്ടുണ്ട്. ഇപ്പോൾ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ പുതിയൊരു തലമുറയിലെ തനിക്ക് ഇഷ്ടപ്പെട്ട നായികമാരെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി. നസ്രിയയെ തനിക്ക് വലിയ ഇഷ്ടമാണെന്നും അവൾ ഇവിടെ തുടർന്നാൽ ഗംഭീര ആക്ട്രസ് ആകുമായിരുന്നുവെന്നും ഉർവശി പറഞ്ഞു. മീര ജാസ്മിനും നവ്യയും ഒക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ നസ്രിയ ഇവിടെ നിന്നിരുന്നുവെങ്കിൽ ഉഗ്രൻ ആക്ട്രസായി മാറിയേനെ. ഒരുപോലെ മോഡേണും നാടനും സ്മാർട്ട് ക്യാരക്ടേഴ്സും ചെയ്യാൻ കഴിവുള്ള നടിയാണ്. അത്തരത്തിൽ സ്മാർട്ട് ഹീറോയിനായിട്ട് നിൽക്കുവാൻ പറ്റുമായിരുന്നു. നസ്രിയയുടെ ഓം ശാന്തി ഓശാന ആയാലും ബാംഗ്ലൂർ ഡേയ്സ് ആയാലും ആ കുട്ടിയെ കണ്ടിരിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു ഭാഗ്യം ആ കുട്ടിക്കുണ്ട്. ഇപ്പോൾ സിനിമയിൽ അങ്ങനെ സജീവമാകാതെ വന്നപ്പോൾ ചെറിയ വിഷമം തോന്നി, ഉർവശി പറഞ്ഞു. പുതിയ ജനറേഷനിൽ ഒരുപാട് നല്ല അഭിനേതാക്കളുണ്ടെന്നും ഫഹദിനെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും ഉർവശി പറഞ്ഞു. ബേസിൽ ജോസഫ് ബ്രില്യൻ്റ് ആക്ടറാണെന്നും കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനും സേഫായി നിൽക്കാനും ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടെന്നും ഉർവശി കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകില്ലെന്നും നടി പറഞ്ഞു. എൽ ജഗദമ്മയാണ് താരത്തിൻ്റെതായി തിയേറ്ററിലെത്തിയ പുതിയ ചിത്രം. ഊർവശിയുടെ പങ്കാളിയായ ശിവപ്രസാദ് തിരക്കഥ എഴുതി സംവിധാനവും നിർവഹിച്ച സിനിമ എവർസ്റ്റാർ ഇന്ത്യൻസിൻ്റെ ബാനറിൽ ഊർവശി, ഫോസിൽ, ഫോൾഡിംഗ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്.